ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വർഷയുടെയും ശ്രീയുടെയും ബന്ധം കണ്ട അച്ഛനും അമ്മയും അവിടെ ബഹളി കൂടിക്കൊണ്ടിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഭാര്യയാണെങ്കിൽ അവനെ പിടിച്ച് രണ്ടെണ്ണം കൊടുക്കണം എന്നൊക്കെ പറയുന്നത്. നീ ഒന്ന് വെപ്രാളം കൂട്ടാതിരിക്കുക, ഞാനതെന്താന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന് പറഞ്ഞ് മധുസൂദനൻ ഭാര്യയോട് പറയണം. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രവിയേട്ടനും കൂട്ടുകാരനും കൂടെ അവിടെ ഓഫീസിലിരിക്കുന്ന സമയത്ത് ഒരാളങ്ങോട്ടേക്ക് വന്നിട്ട് എല്ലാം നല്ല രീതിയിൽ നടന്നല്ലേ, വിധിയൊക്കെ അനുകൂലമായെന്ന് അറിഞ്ഞല്ലോ, ചിലവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ചെയ്യാമെന്നും പറഞ്ഞു രവിയേട്ടൻ. കാശൊന്ന് കയ്യിൽ വന്നോട്ടേന്ന്. ശരി എന്നും പറഞ്ഞാൽ ചേട്ടൻ അങ്ങ് പോയി. ഇവർ രണ്ടുപേരും കൂടെ അതിനെപ്പറ്റിയൊക്കെ അവിടെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക. അതിനുശേഷം മധുസൂദനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ പോരും. അപ്പോൾ പെട്ടെന്ന് രവിയുടെ ഫോണിലേക്ക് കോള് വന്നു. അപ്പോൾ കോള് വന്നപ്പോൾ നമ്മുടെ രവി അത് കട്ട് ചെയ്തു. കൂട്ടുകാരൻ ചോദിച്ചു, നീ ഇതിനെ കോള് കട്ട് ചെയ്തേ? അതാ മധുസൂദനാന്ന് പറഞ്ഞു. അയാൾ എന്തിനാ നിന്നെ വിളിക്കുന്നതെന്ന് കൂട്ടുകാരൻ അന്നേരം ചോദിച്ചു. എന്താണെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. വീണ്ടും കോൾ വന്നപ്പോൾ നീ എന്തായാലും ഫോൺ എടുക്കാൻ പറഞ്ഞ് കൂട്ടുകാരൻ പറഞ്ഞതിനനുസരിച്ച് ഫോൺ എടുത്തു. നിങ്ങളെന്തിനാ എന്നെ വിളിക്കുന്നത്? നിങ്ങളുടെ വീട്ടിലേക്ക് വരരുത്, നിങ്ങളുടെ കൺവെട്ടത്ത് പോലും വരരുത്, നിങ്ങളുടെ കൺമുന്നിൽ കണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തിനാ ഇങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചു. എനിക്ക് അത്യാവശ്യമായിട്ട് തന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ അതെന്തിനാണെന്ന് ചോദിക്കാം. അപ്പോൾ എനിക്ക് തന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്, താൻ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് വാ എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ എൻ്റെ പെൻഷൻ കാശ് തടഞ്ഞു വെക്കരുത്, അതൊന്ന് പാസ്സാക്കി തരണമെന്നും പറഞ്ഞ് പലതവണ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ കയറി ഇറങ്ങിയിട്ടുള്ളതാണ്. അന്നൊക്കെ നിങ്ങളതിനെ ആട്ടി ഇറക്കിയതല്ലേ, ഒരു മനുഷ്യൻ്റെ പരിഗണന പോലും നിങ്ങൾ എനിക്ക് തന്നിട്ടില്ലല്ലോ, പിന്നെന്തിനാ ഇപ്പോൾ ഞാൻ അങ്ങോട്ട് വരുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? കോടതി വിധി വന്നു, നിങ്ങൾ തോറ്റു, എനിക്ക് എൻ്റെ ന്യായമായിട്ടുള്ള കാശും കിട്ടുന്നു. അതിനിപ്പോൾ ഞാൻ നിങ്ങളെന്തിനാ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതെന്ന് ചോദിച്ചപ്പം എൻ്റെ പൊന്ന് രവി, ഈ കാശിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ പെൻഷൻ്റെ കാര്യങ്ങളോ മറ്റൊന്നും തന്നോട് പറയാനല്ല, തന്നോട് വരാനായിട്ട് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ നിങ്ങൾക്ക് എന്നോട് പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെങ്കിൽ ഞാൻ പറയുന്നിടത്തേക്ക് നിങ്ങൾ വരണം, അല്ലാതെ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല. എവിടെയാണ് വരേണ്ടത്, എപ്പോഴാണ് വരേണ്ടത്, എങ്ങനെയാണ് വരേണ്ടതെന്നൊക്കെ ഞാൻ പറയും, അതിനനുസരിച്ച് ഒന്ന് കാണാമെന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൻ ചോദിച്ചു രവിയേട്ടനോട് എന്തിനാ അയാളെ വിളിച്ചതെന്ന്. അയാൾക്ക് എന്തോ എന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ എന്ത് സംസാരിക്കാനാ പോലും, എന്തോ ഒരു കാര്യമുണ്ട്, അതാ താഴ്മയോടെയൊക്കെ സംസാരിക്കുന്നത്, പണ്ടത്തെ പോലൊന്നും അല്ല, ഇച്ചിരി വിനയമൊക്കെ ഉണ്ടെന്ന് രവിയേട്ടൻ അന്നേരം പറയാം. നോക്കാം, അയാളുടെ ആവശ്യമല്ലേ, അയാൾ വരട്ടെ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയം ഇതെല്ലാം കഴിഞ്ഞിട്ട് മധുസൂദനെയും ഭാര്യയെ കാണിക്കുന്നത്. അപ്പോൾ ഭാര്യയാണെങ്കിൽ ഭർത്താവിനോട് ഒച്ചയെടുക്കുക, നിങ്ങളെന്തിനാ അയാളോട് ഇത്ര താഴ്മയായിട്ട് സംസാരിക്കാൻ പോയത്, അതെന്തിനാ, ഇതെന്തിനാ, അങ്ങനെ ഇതെന്തിനാ, ഇങ്ങനെ ഇതെന്തിനാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പിന്നെ ഞാൻ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്ന് ഭർത്താവ് ഭാര്യയോട് ചോദിക്കാം. നിന്റെ മോള് കാരണം എനിക്കിപ്പോൾ അയാളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാനേ പറ്റൂ. ഇപ്പം എൻ്റെ മോളോ, മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, അവൾക്ക് വളം വെച്ച് ഈ പരുവത്തിലാക്കിയതെന്ന് പറഞ്ഞ ഭാര്യ ഭർത്താവിനോട് പറയാം. നട റോട്ടിൽ വെച്ച് ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമായിരുന്നു, എന്ത് വൃത്തികേട് അവൾ കാണിച്ചതെന്നൊക്കെ ചോദിക്കാം. ഇങ്ങ് വരട്ടെ, അവളൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞ് ചോദിച്ച് കൂടുതൽ പ്രശ്നങ്ങൾ വഷളാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ നിൽക്കുക. നമുക്കൊന്ന് നൈസായിട്ട് കൈകാര്യം ചെയ്യാം, ആ കാര്യം എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കടിക്കുന്ന നമ്മുടെ രേവതി ആട്ടോ. രേവതി ആണെങ്കിൽ കടയിൽ പോയി വലിയൊരു മീനും മേടിച്ചുകൊണ്ട് വരും. അപ്പോൾ ചേച്ചിമാർ കണ്ടിട്ട് ചോദിച്ചു, ഇത് എന്താ രേവതി കയ്യിലിരിക്കണേന്ന്. അപ്പോൾ സച്ചേട്ട് ചോറുണ്ണാൻ വരും, ഇപ്പോൾ വരുമെന്നൊക്കെ പറഞ്ഞ് പറയുക. അല്ല, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു. അല്ല, നീ ഇത്രയും വലിയ മീൻ മേടിച്ചപ്പോൾ ഊഹിക്കാവുന്നതാണല്ലോ എന്നൊക്കെ പറയാം. അപ്പോൾ അവർ ചോദിച്ചു രേവതിയോട്, എന്താ സച്ചി വരുന്നുണ്ടോയെന്ന്. അല്ല, ഇത് ആടിമാസമല്ലേ, നിന്റെ കെട്ടിയോൻ എങ്ങനെ വീട്ടിൽ വരും, അപ്പോൾ കാറിൽ വരുമെന്ന് പറഞ്ഞു രേവതി. നീ എന്താ കളിയാക്കിയതാ? സച്ചിക്ക് ഒരു ദിവസം പോലെ നിന്നെ വിട്ടു നിൽക്കാൻ കഴിയില്ലല്ലേ എന്നൊക്കെ ചേച്ചിമാരിങ്ങനെ ചോദിച്ചു. മിക്കവാറും അടുത്ത ആടിമാസത്തിൽ ഇവള് പ്രസവിക്കും, വളരെ ഉറപ്പാണെന്നൊക്കെ പറഞ്ഞു. അടുത്ത ആടിക്കോ മേടത്തിനോ ഇടവത്തിലോ എപ്പോൾ വേണമെങ്കിലും ഞാൻ പ്രസവിക്കും, നിങ്ങൾക്ക് എന്താണെന്ന് രേവതി ചോദിച്ച്. അന്നേരം അവരിങ്ങനെ ചിരിക്കാം. കുഞ്ഞിൻ്റെ നൂല് കെട്ടിന് ഞാൻ വിളിക്കാം, അപ്പോൾ വന്നേക്കണം കേട്ടോ എന്ന് രേവതി പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി, ഞാൻ പോട്ടെ, സച്ചേട്ടൻ വരാൻ നേരാ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി ഓടുക. അപ്പോൾ രേവതി അങ്ങ് ഓടിപ്പോയി. ചേച്ചിമാരന്നേരം പാവെന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ ശരത്ത് അമ്മയായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ലക്ഷ്മിയോട് മകൻ ചോദിക്കുക, ചേച്ചി എവിടേക്കാണ് പോകണമെന്നൊന്നും പറഞ്ഞില്ലേന്ന്. അപ്പോൾ ഇല്ലടാ, സച്ചി ഫോണിൽ സംസാരിക്കുന്നത് കേട്ടു, അപ്പം തന്നെ പെഴ്സും എടുത്ത് പുറത്തേക്ക് ഒരു ഒറ്റ ഓട്ടമായിരുന്നു അവളെന്ന് അമ്മ അനിയനോട് പറയുന്നു. ഈശ്വര, ഇത് എവിടെ പോയതാ ചേച്ചി, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മകൻ നോക്കാൻ പോകുമ്പോഴത്തേക്കും ചേച്ചി കയ്യിൽ വലിയൊരു മീനൊക്കെ പിടിച്ച് വരികയാണ് അങ്ങോട്ടെ. അപ്പോഴേക്കും അമ്മേ ചേച്ചി വരുന്നുണ്ടെന്നും പറഞ്ഞ് അമ്മയെ വിളിച്ചു ശരത്ത്. അമ്മ നോക്കുമ്പോൾ മോള് കയ്യിൽ വലിയ മീനൊക്കെ പിടിച്ചുകൊണ്ട് വരുക. ഇവരിറങ്ങി ചെന്നു. ഇതെന്താ മോളേന്ന് ചോദിച്ചു. ഇത് മീൻ അല്ല, ഇതെന്തിനാ? സച്ചേട്ടൻ ചോറുണ്ണാൻ വരും. ചോറുണ്ണാൻ വരെ, നീ എന്തൊക്കെയാ പറയുന്ന മോളേന്ന് അമ്മ മോളോട് ചോദിക്കുക. അങ്ങനെ പാടില്ല, അവരിങ്ങോട്ട് ഓടിപ്പിടിച്ച് വന്നിട്ട് എന്താ കാര്യം, അങ്ങനെ വരാൻ പാടില്ലാത്തതാണെന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നെ, നീ എന്ത് പണിയാ കാണിച്ചത്, നീ എന്തിനാ സച്ചോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ്, നിനക്കത് ഒരു ബോധമില്ലേ രേവതി? അപ്പം എനിക്ക് നല്ല ബോധമുണ്ട്, എന്താ കണ്ടിട്ട് നമുക്ക് എങ്ങനെ തോന്നണില്ലേന്ന് ചോദിച്ചു. ഇനി തെളിവിനായിട്ട് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വല്ലതും അമ്മയുടെ മുന്നിൽ ഹാജരാക്കണമെന്ന് ചോദിച്ചപ്പോൾ അനിയനും അനിയത്തെയും കൂടെ നിന്ന് ചിരിക്കാം. രേവതി, ഇത് ആടിമാസമല്ലേ, ആടിമാസത്തിൽ സച്ചേട്ടൻ എൻ്റെ വീട്ടിലേക്ക് വന്നാലിപ്പോൾ എന്താ കുഴപ്പം? അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ?
എടാ നീ അവനെ വിളിച്ച് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറയാൻ പറഞ്ഞപ്പം അമ്മേ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെ ആകുമെന്ന് സച്ചിയെ കുറിച്ച് രേവതി ഇങ്ങനെ പറയാം. പാപം നല്ല വിശപ്പ് കാണും, ഞാനൊന്ന് പെട്ടെന്ന് കറിയാക്കട്ടെ എന്ന് പറഞ്ഞ് രേവതി ഓടുക. രേവതി നിൽക്കുന്നു പറഞ്ഞു പിന്നെ അലച്ചെന്നു. അപ്പോൾ രേവതി അത് പറ്റില്ല, നീ ഒരു കാര്യം ചെയ്യുക, അവനോട് കൃഷ്ണ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറയാനൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ കേടാ, സച്ചേട്ടൻ ഇവിടെ വരുന്നതിന് അമ്മയ്ക്ക് എന്താണെന്ന് ദേവ് ചോദിച്ചപ്പോൾ നീ ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു ദേവിനോട്, നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന്. മോളെ രേവതി, ആടി മാസത്തിൽ നീയും സച്ചിയും പിരിഞ്ഞിരിക്കണം, അതാ വേണ്ടത്. അതിനാണല്ലോ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. പിരിഞ്ഞിരിക്കുകയാണല്ലോ അമ്മേ, അതിനിടയിൽ കണ്ടുകൂടാ, സംസാരിച്ചുകൂടാ, ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തുകൂടാ, ഇതൊക്കെ എന്താ അമ്മേ? എന്താ ഒരു നേരത്തെ ഭക്ഷണം എൻ്റെ ഭർത്താവിന് ഞാൻ ഉണ്ടാക്കി കൊടുത്താൽ ഭൂമി കീഴ്മേൽ മറിയുമോ എന്ന് ചോദിച്ചു. അവനിങ്ങോട്ട് വരട്ടെ മോളെ, പക്ഷേ നമുക്കിവിടെ കയറ്റണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി ഞെട്ടി. കൃഷ്ണ ഹോട്ടലിൽ നിന്ന് അവനെ നമുക്ക് അങ്ങോട്ട് പറഞ്ഞു വിടാം, അത് അടുത്താണല്ലോ മോളെ. അമ്മേ വെറുതെ തന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, സച്ചേട്ടൻ വീട്ടിൽ വരുന്നു എന്ന് പറഞ്ഞ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ആളാ. ഇപ്പം അമ്മ പറയുന്നത് കേട്ടില്ല, ഇതെന്താ അമ്മയ്ക്ക് പറ്റിയതെന്ന് രേവതി ചോദിച്ചു. മോളെ അത് പിന്നെ ആടിമാസം ആയതുകൊണ്ടാ, അവൻ ഇങ്ങോട്ട് വരുന്നത് ശരിയല്ലാത്തത് കൊണ്ടാന്ന് പറഞ്ഞപ്പോൾ അമ്മ വിശന്ന് ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളോട് ഇവിടേക്ക് വരണ്ട, എവിടെയെങ്കിലും പോയി കഴിക്കുക എന്നാണോ നമ്മൾ പറയേണ്ടതെന്ന് ചോദിച്ചു രേവതി. സച്ചിയേട്ടൻ ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാനും പോയിക്കോളാം, ഞാൻ അവിടെ ചെന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തോളാമെന്ന് പറഞ്ഞു. എൻ്റെ ഏട്ടനെ ഇവിടെ കയറ്റിയില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിലുണ്ടാവില്ലെന്ന് പറഞ്ഞ് രേവതി അവിടെ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ പട്ടിണിക്ക് ഇടില്ല എന്നും പറഞ്ഞ് രേവതി അങ്ങ് പോകുമ്പോൾ മോളെ ഇത് കേട്ടാൽ എല്ലാവരും കുറ്റപ്പെടുത്തും, പ്രത്യേകിച്ച് ചന്ദ്രമതി കിടത്തി ഉറക്കില്ല, അവളുടെ പഴിയെല്ലാം നമ്മൾ കേൾക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വഴക്കോ പറയുന്നതേ അവർക്ക് ഓർമ്മ കാണൂ, അവർക്ക് മാത്രം എന്താ വായുള്ളോ, നമുക്കില്ലേ എന്ന് ദേവു ഇങ്ങനെ ചോദിക്കുമ്പോൾ നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു ദേവുവിനോട് അമ്മ. മോളെ നമ്മൾ അവനെ ഇവിടെ വിളിച്ചു വരുത്തിയെന്ന് ചന്ദ്രമതി പറയുമെന്ന് പറഞ്ഞപ്പോൾ അവരറിയില്ലമ്മേ. എങ്ങനെ അറിയാനാ? ഭക്ഷണം കഴിച്ച ഉടനെ സച്ചേട്ടൻ അങ്ങ് പോവില്ലേ, അദ്ദേഹം ഇവിടെ താമസിക്കാനൊന്നും അല്ല വരുന്നതെന്ന് രേവതി പറഞ്ഞു. മോളെ അത് എന്ന് പറഞ്ഞിങ്ങനെ ലക്ഷ്മി തടയുമ്പോൾ സച്ചേട്ടൻ വരട്ടെ അമ്മ, അമ്മ എന്തിനാ തടയുന്നതെന്ന് ചോദിച്ചു. എന്തായാലും അമ്മയുടെ ഈ വർത്താനൊന്നും കേട്ട് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ ഇവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞ് നമ്മുടെ രേവതി അങ്ങ് പോകുമ്പോൾ നിൽക്കടി എന്നും പറഞ്ഞുകൊണ്ട് അമ്മ തടയുന്നു. സച്ചി ഇവിടെ വന്നു പ്രശ്നം ഉണ്ടാക്കുന്നത് പോലെ നീ അവിടെ ചെന്നാലും അവൻ്റെ അമ്മ പ്രശ്നം ഉണ്ടാക്കില്ലേ എന്ന് ചോദിച്ചു. മണ്ടത്തരം കാണിക്കില്ലേ മോളെ എന്ന് പറഞ്ഞപ്പം ഇപ്പം ഞാൻ എന്താ വേണ്ടത്, സച്ചേട്ടനെ പട്ടിണി കിടന്നോ? ശരി സച്ചേട്ടൻ പട്ടിണി കിടന്നോട്ടെ, ഞാനും കിടക്കാം, എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് രേവതി പിടിച്ച മുയലിന് 3 കൊമ്പെന്നും പറഞ്ഞ് നിപ്പിൽ ഇങ്ങനെ നിന്ന് ഉറഞ്ഞു തുള്ളുവാണ്. നിങ്ങൾ കഴിക്കുക, സച്ചേട്ടനോട് ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞോളാം, നിങ്ങളുള്ളതെല്ലാം കഴിക്കുക എന്നും പറഞ്ഞുകൊണ്ട് രേവതി ദേഷ്യപ്പെട്ടു. അപ്പം അമ്മ എന്തിനാ ഇങ്ങനെ ധൃതി കാണിക്കുന്നത് അല്ലെങ്കിൽ പേടിക്കുന്നത്, സച്ചേട്ടൻ ഇങ്ങോട്ട് വരട്ടെ, അതിനിപ്പോൾ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ദേവുവും പറയാം. അങ്ങനെ നമ്മുടെ ദേവു പിടിച്ച മുയലും കൊണ്ട് ദേവും പോയി. അപ്പം അമ്മേ സച്ചേട്ടൻ ഇപ്പം ഇങ്ങെത്തും, ഞാൻ പെട്ടെന്ന് കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു പരക്കം പാച്ചിലായിരുന്നു നമ്മുടെ രേവതി. അപ്പം മോളെ എങ്ങനെ നീ വെക്കണേന്ന് ചോദിച്ചപ്പം അതൊക്കെ കണ്ടോ, വേണമെങ്കിൽ എൻ്റെ കൂടെ വന്നൊന്ന് സഹായിച്ചോ, മരുമകന് ചോറ് കൊടുക്കാനുള്ളതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ പറയാം. അത് കഴിഞ്ഞ് പിന്നെ അവരെല്ലാവരും കൂടി ഇങ്ങനെ കറി വയ്ക്കാനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും നടത്തുന്നു. ഇതേസമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി ആട്ടോ. ശ്രുതി ജോലി പോയ കാര്യം ഞാൻ എങ്ങനെ ശ്രുതിയോട് പറയുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പാർലറിൽ വരിക. അപ്പോൾ ശ്രുതി കടയിലേക്ക് വന്നു. ശ്രുതിയുടെ കടയിലേക്ക് നമ്മുടെ ശ്രുതി വന്നപ്പം ശ്രുതി എന്തെന്ന് ചോദിച്ചു. അപ്പോൾ മേഡം ഇങ്ങോട്ട് വന്നില്ലെന്ന് പറഞ്ഞു. മേഡം വന്നില്ലേ, എവിടെ പോയതാ? മേഡം നിങ്ങൾ വന്നിട്ടേ ഇല്ല എന്ന് പറയുകയാണ്. അങ്ങനെ പാർലറിൽ ചെന്ന ശ്രുതിയുടെ കള്ളക്കളി കണ്ടുപിടിച്ചു. വന്നിട്ടില്ലേ, ഇതെവിടെ പോയതാണെന്ന് ഓർത്തുകൊണ്ട് ശ്രുതി അന്നേരത്തേക്കും വരിക പോലെ അങ്ങോട്ട് ഓടുക. എന്നിട്ട് വിളിത് എവിടെ പോയതാണെന്ന് ഓർത്ത് ഫോൺ എടുത്ത് വിളിക്കുക കേട്ടോ. ഫോൺ എടുത്ത് വിളിച്ചു കഴിഞ്ഞപ്പം ശ്രുതി നോക്കുമ്പോൾ കോള് വരുന്നു. ശ്രുതിക്ക് ആകെ ടെൻഷനായി, ഇതേ ശ്രുതിയാണല്ലോ വിളിക്കുന്നത്. ആ ടെൻഷനോടെ എടുത്തു. ഹലോ ശ്രുതി പറയാൻ പറഞ്ഞു. ശ്രുതി നീ ഇപ്പം എവിടെയുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പാർലറിലുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അപ്പോൾ നിന്റെ സ്റ്റാഫ് കള്ളം പറഞ്ഞാണെന്ന് ചോദിച്ചു. കള്ളം പറഞ്ഞോ? ഞാൻ നമ്മുടെ പാർലറിലാണ് ഉള്ളതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ഞെട്ടി. പണി പോലും വെള്ളത്തിൽ കിട്ടി. നീ ഇന്ന് ഇവിടെ വന്നിട്ടേ ഇല്ലെന്നാണല്ലോ സ്റ്റാഫ് പറഞ്ഞത്. എന്താ നീ പറയുന്നു നീ പാർലറിലുണ്ടെന്ന്, അകത്തെ ജോലിയിൽ വല്ലതാണോ എന്നൊക്കെ ചോദിച്ചപ്പം ഇല്ല ശ്രുതി, ഞാൻ അവിടെയല്ല ഉള്ളത്, ഞാൻ നമ്മുടെ പാർലറിലല്ല ഉള്ളത്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പാർലറിലാണെന്ന് പറഞ്ഞു. ഓ അതാണോ? ഇന്ന് അവൾക്ക് 3 ബ്രൈഡൽ വർക്ക് ഉണ്ടേ, ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്നെ വിളിച്ചതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനങ്ങ് ടെൻഷനായി പോയി. ചുമ്മാ സഹായിക്കാൻ പോയതാണെന്ന് ചോദിച്ചു. അവൾ കുറച്ച് പൈസയൊക്കെ തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ജോലിക്ക് പോയില്ലേന്ന് ചോദിച്ചപ്പം അത് പിന്നെ എന്നേക്കുമായിട്ട് കഴിഞ്ഞെന്ന് പറഞ്ഞു. കഴിഞ്ഞെന്നോ? പിന്നെ കാര്യങ്ങളെല്ലാം പറയുക. അപ്പോൾ ഞാൻ വരാൻ വൈകുന്നേരം ആകും, വന്നതിന് ശേഷം നമുക്ക് വിശദമായി സംസാരിക്കാമെന്ന് പറഞ്ഞു. ശരി പെട്ടെന്ന് വരണം കേട്ടോ എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ശ്രുതി അങ്ങ് ഇറങ്ങിപ്പോയി. ശ്രുതി ആകെ ഞെട്ടലോടുകൂടി അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സച്ചി ചോറുണ്ണാനായിട്ട് രേവതിയുടെ വീട്ടിലേക്ക് വരുന്നു. കാലെടുത്ത് വെച്ചത് നല്ല കറിയുടെ മണം. അപ്പോൾ സച്ചിയെ കണ്ടപ്പോഴേക്കും സച്ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഓടി ചെന്നു. സച്ചിയുടെ കയറി വരാൻ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ അമ്മയും ചെന്നു. മോനെ ഇരിക്കുക എന്ന് പറഞ്ഞു. രേവതി മീൻകറി വെച്ചല്ലേ എന്ന് സച്ചി ചോദിച്ചപ്പം
വെച്ചു. മീൻകറിയുടെ മണം പുറത്തെത്തുന്നുണ്ട്. അച്ഛമ്മ മീൻകറി ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ്, മീൻകറിയുടെ മണം നാട് മൊത്തം പരക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി. ഓ എൻ്റെ ദൈവമേ, എന്തൊരു രുചിയാണെന്നറിയാവോ അച്ഛമ്മ ഉണ്ടാക്കുന്നതിന്. ഓ രേവതി വന്നതിൽ പിന്നെ നിങ്ങളെല്ലാവരും നല്ല അടിപൊളിയല്ലേന്ന് ചോദിച്ചു. അയ്യോ അല്ല കേട്ടോ, സച്ചേട്ടൻ വരുന്നത് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. അയ്യോ അതൊന്നും വേണ്ടായിരുന്നു, ബുദ്ധിമുട്ടായോ രേവതി എന്ന് ചോദിച്ചപ്പോൾ എന്ത് ബുദ്ധിമുട്ട്, സച്ചേട്ടൻ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾ വന്നല്ലേ എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞു. എന്നാൽ ഭക്ഷണം എടുത്തു വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ രേവതി സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് പോയി വയറ് നിറയെ കഴിപ്പിക്കാം. പക്ഷേ ലക്ഷ്മിയുടെ ഉള്ളിൽ കിടന്ന തീയാട്ടോ. ലക്ഷ്മി കിടന്ന് വെപ്രാളം കൂട്ടും. അപ്പോഴത്തേക്കും ചോറൊക്കെ വിളമ്പിയ സെറ്റാക്കി നമ്മുടെ രേവതി. എന്നിട്ട് എല്ലാവരോടും ഇരുന്ന് കഴിക്കാൻ സച്ചി പറയാം, കൂടെ ഇരുന്ന് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പം ഇന്ന് നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കാൻ പറഞ്ഞു. വീട്ടിൽ ഞാനൊന്ന് ഒറ്റയ്ക്കെടുത്താൽ കഴിക്കുന്നത്, നിങ്ങൾ ഇരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് കൂടെ ഇരുത്തി നമ്മുടെ സച്ചി ഇവരെയും കൂടെ കഴിപ്പിക്കുന്നു. രേവതി വിളമ്പി കൊടുക്കുന്നു. അങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. പിന്നെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ചന്ദ്രമതിയുടെ കാര്യമൊക്കെ ചോദിച്ചു, വീട്ടിൽ ഭക്ഷണത്തിൻ്റെ കാര്യം ചോദിച്ചു. ഭക്ഷണം ഉണ്ടാക്കാൻ പോയിട്ട് അമ്മയ്ക്ക് ഒന്നിനും നേരമില്ലെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ സച്ചി ഇങ്ങനെ പറയാം. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണോ, ടെൻഷനാണോ, പേടിയാണോ ഒന്നും അറിയത്തില്ല. അമ്മ കിടന്ന് വെപ്രാളം കൂട്ടുക. ഈ സമയത്ത് നമ്മുടെ സച്ചി എടുത്ത് ഓരോ ഉരുള വായയ്ക്ക് വയ്ക്കുമ്പോഴത്തേക്കും കണ്ണ് നിറയാട്ടോ. അപ്പോൾ രേവതി ഇങ്ങനെ കോരി കൊടുത്തോണ്ടേ ഇരിക്കുക. അയ്യോ മതി രേവതി, ഇത് തന്നെ അധികമാണെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ രേവതി ഇങ്ങനെ വയറ് നിറയെ ഊട്ടിച്ച് വയറ് നിറച്ച് വിളമ്പി കൊടുത്ത് കഴിപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അമ്മയുടെ മുഖം വല്ലാതിരിക്കുന്നു. ആ സമയത്ത് മോനെ വേഗം കഴിക്കുക, സമയം പോകുകയെന്ന് പറഞ്ഞു ഈ ലക്ഷ്മി അമ്മ. അപ്പോൾ സച്ചി ചോദിച്ചു, സമയം പോകുകയാണെന്നോ, എന്താ? അപ്പം അമ്മേ എന്നും പറഞ്ഞോണ്ട് രേവതി ഇങ്ങനെ വിളിച്ചു കേട്ടോ. അപ്പോഴേക്കും സച്ചി ഇങ്ങനെ നോക്കുവാണ്, എന്താ കാര്യം? അല്ല മോനെ, സമയം വൈകിയില്ലേ, വിശപ്പുണ്ടല്ലോ, വേഗം കഴിക്കെന്ന് പറഞ്ഞതാണെന്ന് അമ്മ പറയുമ്പം നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞ പാവം അതവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുക കേട്ടോ. രേവതി എന്നിട്ട് അമ്മേനെ കണ്ണും കാലൊക്കെ കാണിക്കാം. എന്തായാലും രേവതിയുടെ കറിയൊക്കെ സൂപ്പറാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ദിവസവും ഞാൻ വന്നിനി ഇവിടുന്ന് കഴിച്ചോളാം എന്ന് സച്ചി പറഞ്ഞപ്പോൾ ദിവസവും വരുമെന്നോ? ദിവസവും വരുമെന്ന് അമ്മയോട്. രേവതി വന്നിട്ട് അമ്മയെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം മോൻ ഇത്രയും ദൂരെ എന്നും വരാനോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ അമ്മ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുക. അപ്പോൾ എന്തായാലും സച്ചേട്ടൻ എന്നും വരികയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാണ് നമ്മുടെ ദേവ് പറഞ്ഞു. മേടിച്ച് കഴിക്കടി എന്ന് പറഞ്ഞ് ദേവുവിനോട് വഴക്ക് പറയാം അമ്മ. അപ്പോൾ അച്ഛമ്മ എപ്പോഴും പറയാറുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ പിടിക്കില്ല എന്ന്. അതെ മോനെ, ശരീരത്തിൽ പിടിക്കില്ല എന്ന് ലക്ഷ്മി അമ്മ എന്നേരം അവിടെ നിന്ന് പറയാട്ടോ. ടെൻഷൻ അടിച്ചിട്ടാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ വിളമ്പി തരാമെന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ നിൽക്കുമ്പോൾ മോനെ ഞങ്ങൾ പിന്നെ കളിച്ചോ, അമ്മ പെട്ടെന്ന് കഴിച്ചെഴുന്നേക്കാൻ പറഞ്ഞു അമ്മ. അപ്പോഴത്തേക്കും സച്ചേട്ടാ പതുക്കെ വയറ് നിറച്ച് കഴിച്ചിട്ട് എഴുന്നേറ്റാൽ മതി കേട്ടോ എന്ന് നമ്മുടെ രേവതി. അപ്പം ഞാനങ്ങനെ കഴിക്കത്തുള്ളൂ സച്ചി. പയ്യെ തിന്നാ മുള്ളും തിന്നാന്ന് പറയാറില്ല എന്ന് ചോദിച്ചുകൊണ്ട് ആ മീനൊക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉള്ളിൽ തീയായിട്ട് നമ്മുടെ ലക്ഷ്മിയമ്മ അങ്ങനെ നിൽക്കുമ്പോൾ സച്ചിയുടെ വയറ് നിറച്ച് കഴിപ്പിച്ച് സ്നേഹത്തോടെ നമ്മുടെ രേവതി ഇങ്ങനെ കൂടെ നിർത്തുന്നിട്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ. എല്ലാവരും കാത്തിരുന്ന് കാണുമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ മറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് നിർത്തുന്നു. സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, സീ യു അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.